ആന്ധ്രാപ്രദേശ് ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പാമ്പേർഡ് ചൈൽഡ്. ആന്ധ്ര മാത്രമല്ല, ബീഹാറും. ഇവിടെ ആന്ധ്രയ്ക്ക് വാരിക്കോരി പദ്ധതികൾ കൊടുക്കുന്നതായി ആരോപണം. അത് ബജറ്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ഏറെ ഫ്രീബീസ് അല്ലെങ്കിൽ ഏറെ അലോട്ട്മെൻറ്റ് ആന്ധ്രയ്ക്ക്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ സ്വപ്ന നഗരമായ അമരാവതി പണിയാൻ 15,000 കോടി രൂപ, എക്സ്പ്രസ് ഹൈവേക്ക് വലിയ തുകകൾ എന്നുവേണ്ട ആന്ധ്രയെ സ്നേഹത്താൽ വീർപ്പുമുട്ടിക്കുകയാണ് നരേന്ദ്രമോദി. ഓർക്കണം, ചന്ദ്രബാബു നായിഡു, ഇപ്പോൾ മോദിയുടെ വലങ്കയായി നിൽക്കുന്ന ചന്ദ്രബാബു നായിഡു മോദിയെ താഴെ ഇറക്കാൻ പ്രതിപക്ഷ സഖ്യത്തിന് കോപ്പുകൂട്ടി നടന്നതാണ് ഏറെക്കാലം. അത് ചന്ദ്രബാബു നായിഡു മാത്രമല്ല, നിതീഷ് കുമാറും മോദിയെ താഴെ ഇറക്കാനായി ഏറെ പണിതതാണ്. ഇപ്പോൾ ഈ രണ്ട് കക്ഷികളും 16 സീറ്റിൻ്റെ തമ്പുരാനായ ചന്ദ്രബാബു നായിഡുവും 12 സീറ്റിൻ്റെ തമ്പുരാനായ JDU നേതാവ് നിതീഷ് കുമാർ എന്ന ബീഹാർ മുഖ്യമന്ത്രിയും BJP സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട അമൂല്യ നിധി തന്നെയാണ്. ഇവിടെയാണ്, ഈ പശ്ചാത്തലത്തിലാണ് ആന്ധ്ര രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ചന്ദ്രബാബു നായിഡുവും BJPയും അവസാന നിമിഷം തെരഞ്ഞെടുപ്പിൽ കൈകോർത്തപ്പോൾ BJPക്ക് ശക്തനായ ഒരു അലയെ കിട്ടി. ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ ഒരു പിടിവള്ളി കിട്ടി. ഏറെക്കാലം രാഷ്ട്രീയ വനവാസത്തിലായിരുന്ന ചന്ദ്രബാബു നായിഡുവിനെ ഏറെ കണക്കുകൾ തീർക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ റൈവൽ ശത്രു, ആജീവാനന്ദ ശത്രുവാണ്. അപ്പനായിരുന്നു ആദ്യം ശത്രു, അത് YS രാജശേഖർ റെഡ്ഡി, ഡോക്ടർ രാജശേഖർ റെഡ്ഡി. അദ്ദേഹം ദീർഘകാലം 10 വർഷത്തിലധികം ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ, പിന്നീട് ഒരു ഇടക്കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായി. ചന്ദ്രബാബു നായിഡുവിനെ വേട്ടയാടുകയും കേസിൽ കുടുക്കുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്രം. അത് കേന്ദ്ര സർക്കാരും ഒട്ടും മോശമല്ല. BJP സർക്കാരും നായിഡുവിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ CBI എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിലേക്ക് നീങ്ങി. പക്ഷേ വാഷിംഗ് മെഷീൻ ആണല്ലോ പലപ്പോഴും രക്ഷയ്ക്കെത്താറുള്ളത്. വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ BJP പാളയത്തിൽ ചേരുകയാണെങ്കിൽ, NDയോടൊപ്പം ചേരുകയാണെങ്കിൽ എല്ലാ അപരാധങ്ങളും വെളുപ്പിക്കപ്പെടും, അലക്കി വെളുപ്പിക്കപ്പെടും. അതാണല്ലോ വാഷിംഗ് മെഷീൻ കൾച്ചർ എന്ന് പറയുന്നത്. നായിഡുവും വാഷിംഗ് മെഷീൻ കൾച്ചറിൻ്റെ ഒരു ഗുണഭോക്താവാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ചന്ദ്രബാബു നായിഡു ഇപ്പോൾ വിജയശ്രീലാളിതനായി വിലസി നിൽക്കുകയാണ്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട രാജകുമാരനുണ്ട്, അതാണ് ജഗൻമോഹൻ റെഡ്ഡി. ഇപ്പോൾ ഇതാ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഒരു ആശയം ഉദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ജഗൻമോഹൻ റെഡ്ഡിയിൽ ഒരു പ്രത്യേക താല്പര്യം ജനിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ജഗൻമോഹൻ റെഡ്ഡി ഒരു ധർണ നടത്തി. തനിക്കെതിരെ നടക്കുന്ന, തൻ്റെ അണികൾക്കെതിരെ നടക്കുന്ന, YSRCP അണികൾക്കും നേതാക്കൾക്കുമെതിരെ നടക്കുന്ന ഗുണ്ടായിസം, തെലുങ്ക് ദേശം പാർട്ടിയുടെ ഗുണ്ടായിസം, ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗുണ്ടായിസത്തിനെതിരെ ഒരു ധർണ മഹാസമ്മേളനം. അവിടെ നാടകീയമായി ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. അഖിലേഷ് യാദവ് എന്ന സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു, ഐക്യദാർഢ്യം അർപ്പിക്കുന്നു. ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ ശിവസേന നേതാക്കൾ അവിടെ വരുന്നു, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ അവിടെ എത്തുന്നു, അഭിവാദ്യം അർപ്പിക്കുന്നു. അങ്ങനെ ജഗൻമോഹൻ റെഡ്ഡിയെ തൽക്കാലത്തേക്ക് പാർട്ടിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ. ഇവിടെ വ്യത്യസ്തമായി നിൽക്കുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഓർക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആന്ധ്രയിലെ ചുമതലക്കാരി YS രാജശേഖർ റെഡ്ഡിയുടെ മകൾ YS ഷാർമിളയാണ്, അതായത് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേർപെങ്ങൾ. അപ്പോൾ ഈ രണ്ട് പാർട്ടികളും, കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ YS ഷാർമിള ദുർബലമെങ്കിലും, വളരെ വളരെ ദുർബലമെങ്കിലും ഒരു അസ്തിത്വത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഷാർമിളയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഷാർമിളയാണ് ഇപ്പോൾ PCC പ്രസിഡന്റ്, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ആന്ധ്ര ഘടകത്തിൻ്റെ പ്രസിഡന്റ്. അവർ തട്ടകം ഹൈദരാബാദിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിലേക്ക് മാറ്റി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലം തൊട്ടില്ല, മിക്ക സീറ്റിലും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. അത് മറ്റൊരു കാര്യം. ഓർക്ക് 2014 ആന്ധ്ര വിഭജനത്തിന് ശേഷം
ആന്ധ്രാപ്രദേശിൽ നിന്നും അവിടെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നും ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ കോൺഗ്രസ് പാർട്ടിക്ക് ഒരൊറ്റ സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാലത്ത് 1983 അതായത് NT രാമറാവു അദ്ദേഹത്തിൻ്റെ ചൈതന്യ രഥത്തിലേറി അന്ന് നടത്തിയ യാത്ര, അതിനുശേഷം അധികാരം പിടിച്ചെടുത്തു. 84 സഹതാപ തരംഗത്തിൻ്റെ ചിറകിലേറി കോൺഗ്രസ് പാർട്ടി 414 സീറ്റുകൾ ലോക്സഭയിൽ നേടിയപ്പോൾ പിടിച്ചു നിന്ന കോൺഗ്രസ് ഇതര സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആ ഒരു 84 തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ മറ്റ് മിക്ക ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മൃഗീയ ഭൂരിപക്ഷം കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു. സംസ്ഥാന തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നു. പക്ഷേ കോൺഗ്രസിന് പലപ്പോഴും അവിഭക്ത ആന്ധ്രയിൽ 42-ൽ 42 സീറ്റും നേടിയ ചരിത്രമാണുള്ളത്. പലപ്പോഴും കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരിനെ, നരസിംഹറാവു സർക്കാരിനെ ഉൾപ്പെടെ താങ്ങി നിർത്തിയിരുന്നത് ആന്ധ്രാപ്രദേശ് നൽകുന്ന ബലമാണ്. ഇപ്പോഴിതാ 2014 തെലുങ്കാന രൂപീകരിച്ചു. തെലുങ്കാനയിലും വട്ടപൂജ്യമായി മാറി, ആന്ധ്രയിലും വട്ടപൂജ്യമായി മാറി. ഇപ്പോൾ വളരെ വൈകി 2024 ആയപ്പോഴാണ് തെലുങ്കാനയിൽ സംസ്ഥാന ഭരണത്തിൽ വരാൻ സാധിച്ചതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തരക്കേടില്ലാത്ത പെർഫോമൻസിലേക്ക് നീങ്ങാൻ കഴിഞ്ഞതും 2023-24 മാത്രമാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി വിട്ടുവീഴ്ച ചെയ്യാമെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡിയെ എന്തുകൊണ്ട് ആകർഷിച്ചുകൂടാ എന്ന ചിന്ത കോൺഗ്രസ് പാർട്ടിയിൽ വളരെ വലുതായി ഉയർന്നു കേൾക്കുന്നു ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ത്രികോണ ഫൈറ്റിനുള്ളൊരു ആരോഗ്യം ആന്ധ്രാപ്രദേശിനില്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കാര്യമായ അസ്തിത്വമില്ല. ജഗൻമോഹൻ റെഡ്ഡിയുടെ, കാരണം ഇത് വെസ്റ്റ് ബംഗാളിൽ സംഭവിച്ചതുപോലെ തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡി. രണ്ടും കോൺഗ്രസിൻ്റെ യുവതർക്കികളായി വന്ന ആളുകളാണ്. അവരെ വേണ്ട പോലെ സംസ്ഥാന ഘടകത്തിലെ നേതാക്കൾ പരിഗണിക്കാതിരിക്കുകയും ഹൈക്കമാൻഡ് അവർക്ക് വേണ്ട പരിഗണന നൽകാതിരിക്കുകയും ചെയ്തപ്പോൾ ഹൈക്കമാൻഡിനോട് കലഹിച്ച് അവർ പാർട്ടി ഉണ്ടാക്കി പോയതാണ്. അങ്ങനെ മമത ഏറെക്കാലത്തിന് ശേഷം മുഖ്യമന്ത്രി പദത്തിലെത്തി, പിന്നീട് തുടർച്ചയായി ഭരണത്തിൽ ഇരിക്കുന്ന കാഴ്ച കണ്ടു. എന്നാൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് അങ്ങനെ തുടർച്ചയായി ഭരണത്തിലിരിക്കാൻ കഴിഞ്ഞില്ല. ജഗൻമോഹൻ റെഡ്ഡി താഴെ വീണു. ഇനി കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിക്കാനുള്ള കാലമാണ്. ഈ ഒരു BJP NDA ഭരണത്തിൽ ഇനി ജഗൻമോഹൻ റെഡ്ഡിക്ക് പങ്കാളിത്തം ഉണ്ടാവില്ല. കാരണം തെലുങ്ക് ദേശത്തിൻ്റെ 16 MP നൽകുന്ന പിൻബലം വേണ്ട എന്ന് വെച്ചിട്ട് കേവലം 4 MP മാത്രമുള്ള ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയെ BJP സ്വീകരിക്കില്ല കട്ടായം. ഈ രണ്ട് കക്ഷികൾക്കും കൂടി ഒരുമിച്ച് NDA മുന്നണിയിൽ സ്ഥാനമുണ്ടാകാൻ പറ്റില്ല കട്ടായം. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ മനസ്സിൽ ഒരു ലഡ്ഡു കൂടി പൊട്ടും. എന്താണ്? ലോക്സഭയിൽ കേവലം 4 അംഗങ്ങൾ മാത്രമാണ് YSRCPക്കുള്ളത്. ആ 4 അംഗങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടായാൽ 234 എന്ന സീറ്റ് 238 വർദ്ധിപ്പിക്കാം. അത് ചെറിയൊരു നേട്ടം മാത്രം. പക്ഷേ രാജ്യസഭയിൽ BJPക്കും സഖ്യകക്ഷികൾക്കും ചേർന്ന് ഭൂരിപക്ഷമില്ല എന്നോർക്കണം. 101 സീറ്റുകൾ മാത്രമാണുള്ളത്. ഇപ്പോഴത്തെ നിലയിൽ 113 സീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ, കാരണം വേക്കൻസീസ് മാറ്റി നിർത്തിയാൽ 113 സീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാവൂ. പക്ഷേ അവിടെ YSR കോൺഗ്രസ് പാർട്ടിക്ക് 11 രാജ്യസഭാ MP ഈ 11 രാജ്യസഭാ MP പിൻബലം കൂടി ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചാൽ തൽക്കാലത്തേക്ക് വളരെ വലിയൊരു ആശ്വാസമായിരിക്കും. ഇന്ത്യ മുന്നണിക്ക് പല നിർണായക ലെജിസ്ലേഷൻസും മണി ബില്ലിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടില്ല എങ്കിൽ പാസ്സാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടും. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇനി രാജ്യസഭയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ ബില്ലുകളും ഒരുപക്ഷെ മണി ബില്ലായി മാറ്റിയെടുത്തുകൊണ്ട് ലോക്സഭാ സ്പീക്കറുടെ സർട്ടിഫിക്കേഷനോടുകൂടി ലോക്സഭയിൽ അവതരിപ്പിക്കുകയും പിന്നീട് രാജ്യസഭയിൽ വെച്ച് പരാജയപ്പെട്ടാൽ പോലും 15 ദിവസത്തിനുള്ളിൽ പാസ്സാകുന്ന രീതിയിൽ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് ഒരുപാട് സാധ്യതകളുടെ വാതായനങ്ങളാണ് YSRCP തുറന്നിടുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് YSRCPയെയും YSRCPക്ക് ഇന്ത്യ മുന്നണിയെയും ആവശ്യമുണ്ട്. ഒരുമിച്ച് നിന്നാൽ ഏറെ നേട്ടങ്ങൾ കൈവരിക്കാനുണ്ട് എന്ന് ഇരു കക്ഷികളും മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ YSRCPയുടെ കാര്യം സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അനുകൂലമായ പ്രതികരണങ്ങളാണ് പല കക്ഷികളുടെയും ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് ഒരുപക്ഷെ അനധിവിദൂരമായ ഭാവിയിൽ YSR കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറിയാൽ അത് സ്വാഭാവികമായ മാറ്റമായിരിക്കും. അതിൽ അസ്വാഭാവികമായി ഒന്നും തന്നെയില്ല. അപ്പോൾ YS ഷാർമിളയെ പസിഫൈ ചെയ്തുകൊണ്ട് ഒരു ചെറിയ റോളിൽ ഒതുക്കിക്കൊണ്ട്
ഒരുപക്ഷെ ജഗൻമോഹൻ റെഡ്ഡിക്ക് അപ്രമാദിത്വം ലഭിക്കുന്ന രീതിയിൽ ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയം ക്രമീകരിച്ചാൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് പരാതി ഉണ്ടാകാൻ സാധ്യതയില്ല. ഷാർമിളയ്ക്ക് മുഖ്യമന്ത്രി പദം കൊടുക്കണം, ഷാർമിളയെ വലിയ തോതിൽ പരിഗണിക്കണം എന്നൊക്കെ പറയുമ്പോഴല്ലേ കുഴപ്പം. അതുകൊണ്ട് ഷാർമിളയ്ക്ക് ഒരു ജൂനിയർ പാർട്ണർഷിപ്പ് കൊടുക്കുകയും YSR കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായി ജഗൻമോഹൻ റെഡ്ഡിയെ അംഗീകരിക്കുകയും സീനിയർ പാർട്ണറായി ജഗൻമോഹൻ റെഡ്ഡിയെ തന്നെ അംഗീകരിക്കുകയും ചെയ്താൽ കോൺഗ്രസിന് ഒരു ചെറിയ സ്പേസിലേക്കെങ്കിലും ഒതുങ്ങി എന്തെങ്കിലും ചെറിയ നേട്ടങ്ങൾ ആന്ധ്രയിൽ കൈവരിക്കാൻ കഴിയും. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന രൂപത്തിൽ കോൺഗ്രസിൻ്റെ അവശേഷിക്കുന്ന ചെറിയ വോട്ട് ബാങ്ക് ഒരുപക്ഷെ YSRCPയിലേക്ക്, ഒരേ വോട്ടർമാരാണല്ലോ, ബേസിക്കലി പഴയ കോൺഗ്രസ് വോട്ടർമാർ തന്നെയാണ് YSR കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടർമാർ. അതായത് ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ വളരെ ജനകീയനായ ഒരു നേതാവായിരുന്നു ഡോക്ടർ കൂടിയായ ഡോക്ടർ YS രാജശേഖർ റെഡ്ഡി. അപ്പോൾ റെഡ്ഡിയുടെ ആകസ്മികമായ മരണത്തിന് ശേഷം സ്വാഭാവികമായി ജഗൻമോഹൻ റെഡ്ഡി അന്ന് കത്തി നിൽക്കുന്ന യുവനേതാവാണ്. അദ്ദേഹത്തെ സ്വാഭാവികമായി മുഖ്യമന്ത്രിയാക്കാവുന്നതായിരുന്നു. പക്ഷേ കോൺഗ്രസ് പാർട്ടി അതിന് മുതിർന്നില്ല. ജഗൻമോഹൻ റെഡ്ഡിയെ ചട്ടം പഠിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. അതിൽ നിന്നും മനം മടുത്തുകൊണ്ടാണ് വേറെ പാർട്ടി രൂപീകരിച്ചതും മാറിപ്പോയതും കോൺഗ്രസിൻ്റെ അടിത്തറ തന്നെ ആന്ധ്രയിൽ ഇളകിയതും ആ ഒരു അഭിശപ്തമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്നും കോൺഗ്രസ് പാർട്ടിക്ക് പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞാൽ ജഗൻമോഹൻ റെഡ്ഡിയെ ഒരുമിച്ച് നിർത്താൻ, ഇപ്പം മമതാ ബാനർജിയെ ഒരുമിച്ച് നിർത്തിയില്ല എന്ന് പറയുന്നത് പോലെ ഈ ഒരു മമത മറ്റൊരു മമത വളരെ കടുത്ത വിലപേശലുണ്ടാവുമായിരിക്കും. മറ്റൊരു മമതയായി ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിൽ, അല്ലെങ്കിൽ മമതയേക്കാൾ കുറച്ചുകൂടി ട്രസ്റ്റ് വർത്തി പാർട്ട്ണറായി ഇന്ത്യ മുന്നണിയിൽ സ്വാഭാവിക പാർട്ട്ണറായി വരാൻ സാധ്യതയുള്ള പാർട്ടി തന്നെയാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് പാർട്ടി എന്ന് നമുക്ക് അനുമാനിക്കാം.